നമസ്കാരം. നമ്മുടെ കൂടെ ഇന്നുള്ളത് നാഷണൽ റോസ് ഗാർഡൻസിൻ്റെ ജോസ് സാറും റേ മാഡമാണ്. വെൽക്കം ടു ദ ഷോ. അപ്പോൾ നമ്മുടെ നാഷണൽ റോസ് ഗാർഡൻ്റെ ഹിസ്റ്ററി എങ്ങനെയാണ്? ഇത് 44 വർഷം മുപ്പാടാണ് തുടങ്ങുന്നത്. അന്ന് വളരെ കൊച്ചൊരു നഴ്സറിയായിട്ട് തുടങ്ങുന്നത്, വളരെ കൊച്ചു നഴ്സറി. അപ്പോൾ അന്ന് തുടങ്ങി കഴിഞ്ഞപ്പോൾ നമ്മുടെ മനസ്സിൽ തന്നെ ചില ആശയങ്ങളും എൻ്റെ ഗ്രാൻഡ് ഫാദറിന് നഴ്സറി ഉണ്ടായിരുന്നു. അന്നത്തെ കാലത്തെ രീതി തന്നെ വളരെ വ്യത്യസ്തമായ രീതികളായിരുന്നു. അപ്പോൾ എനിക്ക് തന്നെ തോന്നി ഇതിങ്ങനെ പോരാ, ഇത് കുറച്ചും കൂടി നല്ല രീതിയിൽ കൊണ്ട് നടക്കണമെന്ന് തോന്നി. അതിൽ ടെക്നോളജി ഒന്നും മാറ്റണമെന്ന് തോന്നി. അങ്ങനെ മാറ്റം വരുത്തിയിട്ട് ഞങ്ങൾ ആദ്യം തുടങ്ങിയത്, അന്ന് റോസൊക്കെ നമ്മുടെ നാട്ടിൽ വളരെ കുറച്ച് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് റോസ് കൂട്ടണമെന്ന് ആഗ്രഹിച്ച് നിന്ന് അങ്ങനെ ബാംഗ്ലൂർ പോയി അവിടെ നിന്ന് റോസ് കൊണ്ടുവന്നു. പിന്നെ ഒരു സമയത്ത് ഞാൻ എൻ്റെ തോട്ടത്തിൽ 1.5 ലക്ഷം റോസ് വരെ പ്രൊഡക്ഷൻ ചെയ്യുന്ന സമയം ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ റോസ് ഇവിടെ പ്രൊഡക്ഷൻ ഇല്ല കേട്ടോ, കാരണം കാലഘട്ടം മാറി. അങ്ങനെയാണ് അത് ഡെവലപ്പ് ചെയ്ത്, റോസ് ഡെവലപ്പ് ചെയ്തു. കേരളത്തുകാരെ റോസ് എങ്ങനെയാണ് നടുകയെന്ന് ഞങ്ങളാണ് പഠിപ്പിച്ചു കൊടുത്തത്. പിന്നീട് ഞങ്ങളത് മാറിയിട്ട് വിദേശത്തൊക്കെ പോയി നല്ല വെറൈറ്റികൾ കളക്ട് ചെയ്യാൻ തുടങ്ങി. ഒരു സമയത്ത് 3500 ഇനം റോസ് ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്നു. ഇന്നിപ്പോൾ ഇവിടെ റോസ് ബഡ് ചെയ്യുന്നത് ലാഭകരമല്ല, അതുകൊണ്ടാണ് റോസ് നിർത്തിയത്. ഇപ്പം ഞങ്ങൾ തന്നെ അതുകൊണ്ട് റോസും കുറച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കൊടൈക്കനാലൊരു സ്ഥലം എടുത്തിട്ട്, ഒരു 10-20 ഏക്കർ സ്ഥലം എടുത്തിട്ട് ഫ്ലവറിങ് പ്ലാന്റ്സൊക്കെ അവിടെയാണ് പ്രൊഡക്ഷൻ ചെയ്യുന്നത്. കാരണം അവിടുത്തെ തണുപ്പ് അതിന് ആവശ്യമായതുകൊണ്ട് ഇവിടെ നമ്മൾ ആ പ്രൊഡക്ഷൻ നിർത്തി. പിന്നീട് നമുക്ക് തോന്നി നല്ല ഇനം മാവ്, പ്ലാവ് അല്ലെങ്കിൽ അത്തരം വെറൈറ്റികൾ വേണമെന്ന് പറഞ്ഞിട്ട് കുറേ വെറൈറ്റികൾ നമ്മൾ ഇന്ത്യയുടെ വെളിയിൽ നിന്നും പലയിടത്തും കളക്ട് ചെയ്തു. അതുപോലെ തന്നെ മറ്റ് ഫ്ലവറിങ് പ്ലാന്റ്സുകൾ, ഓർക്കിഡ്, ആന്തൂറിയം ഇതൊക്കെ ഇമ്പോർട്ട് ചെയ്തു. അങ്ങനെ ആ രീതി ഞങ്ങൾ മാറ്റിയെടുക്കായിരുന്നു. ഇപ്പം ഞങ്ങളെക്കാളും നല്ല നഴ്സറിക്കാർ ഒത്തിരി ഉണ്ട് കേട്ടോ, ഞങ്ങളത് സമ്മതിക്കാൻ തയ്യാറാണ്. അതിലൊന്നും ഞങ്ങൾക്ക് വിഷമമൊന്നുമില്ല. പക്ഷേ നാഷണൽ റോസ് ഗാർഡൻ പോലെ ഇത്രയും മദർ പ്ലാന്റും ഇത്രയധികം സ്റ്റോക്കും ഇത്രയധികം പ്ലാന്റ് ട്രയൽ ചെയ്യുന്ന കേരളത്തിലെ എത്ര നഴ്സറികളെ താങ്കൾക്ക് സത്യസന്ധമായി പറയാൻ പറ്റും? അത് ശരിയാണ്. കാരണം എന്താണെങ്കിൽ ഞങ്ങളുടെ അതിനേക്കാളും കൂടുതൽ ഞങ്ങൾക്ക് തോന്നുന്നു ഒരുപാട് നഴ്സറിക്കാർ കേരളത്തിൽ നല്ലതുണ്ട്. പക്ഷെ ഞങ്ങൾക്കൊരു ആശയം എന്താണെങ്കിൽ, അറിഞ്ഞിട്ട് ഞങ്ങളാരും പറ്റിക്കില്ല. ചതി സംഭവിക്കാം, കയ്യബദ്ധങ്ങൾ പറയാം. അത് ഞങ്ങൾ 100% ഞങ്ങളെ വെറുക്കുന്നവർ പോലും ഞങ്ങളെക്കുറിച്ച് പറയില്ല. ഇപ്പോൾ സാറ് പ്ലാന്റ് സോഴ്സ് ചെയ്യുന്നിടത്തുനിന്ന് പല പ്ലാന്റുകൾ മാറാം. നമ്മളിവിടെ പല ഒരേ മാവുകൾ തന്നെ പല പേരിലൊക്കെ ഇവിടെ കാണാൻ കിട്ടാറുണ്ട്. കാരണം എന്താണെങ്കിൽ ഇപ്പോൾ തായ്ലൻഡിൽ പോയിട്ട് എടുക്കുന്നൊരു മാവ്, ഞാൻ ഉദാഹരണം പറയുകയാണെങ്കിൽ, ഞങ്ങൾ തായ്ലൻഡിൽ പോയിട്ട് ജംബോ റെഡ് എന്നൊരു മാവ് കൊണ്ടുവന്നു. ഇവിടെ ഞാൻ നട്ടുപിടിപ്പിച്ചു. അതിൻ്റെ മാവ് ഞാനിവിടെ 600 രൂപയ്ക്ക് കൊടുക്കുന്ന സമയത്ത് ഞാൻ വേറൊരുത്തിൻ്റെ കയ്യിൽ നിന്ന് ആർട്ട് കിട്ടും എന്നുള്ള മാവ് 2000 രൂപയ്ക്ക് മേടിച്ചു കൊണ്ടുവന്നു. പിന്നീടാണ് മനസ്സിലായത്, ഈ ജംബോ റെഡ് മാവ് ഇവൻ എൻ്റെ 600 രൂപ മേടിച്ചു കൊണ്ടുപോകും, കുറച്ച് കഴിഞ്ഞാൽ അവൻ എനിക്ക് 2000 തിരിച്ചു തരും. കാരണം എന്താ പറയുക, ഇവിടെ ഓസ്ട്രേലിയയിൽ അതിൻ്റെ പേര് പറയുന്നത് ആർട്ട് കിട്ടു എന്നായിരുന്നു. അപ്പോൾ ആർട്ട് കിട്ടു അല്ല എൻ്റെ മാവ്, എൻ്റെ ജംബോ റെഡാണ്. ഞാൻ അതുകൊണ്ട് ഇവൻ്റെ നിന്ന് വാങ്ങിച്ചിട്ട് ഞാൻ നട്ടിട്ടുണ്ട്. പിന്നീട് മനസ്സിലായത് രണ്ടും ഒന്നാണെന്നുള്ളത്. അങ്ങനെ പല രാജ്യങ്ങളും പല പേരുകൾ പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ വരുമ്പോൾ അത് ആ വ്യത്യാസം കുറേ എണ്ണത്തിൽ വരും. നമ്മുടെ നാട്ടിലുണ്ടല്ലോ കാലപ്പാടി എന്നൊരു കൂട്ടർ പറയുന്നുണ്ട്, ഒരു കൂട്ടർ അതിനെ തന്നെ പറയുന്നുണ്ട് നീലാണ്ടി പ്രസന്റ് എന്ന് പറയുന്നുണ്ട്, പേര് പറയുന്നുണ്ട്. അപ്പോൾ ചിലർ രണ്ട് വെറൈറ്റിയാണെന്ന് പറയുന്നവരുണ്ട്. 2 വെറൈറ്റി അല്ല, ഒരു വെറൈറ്റി തന്നെയാണ് അത്. ചില മണ്ണിൽ അതിൻ്റെ ടേസ്റ്റിന് മാറ്റം വരുന്നുണ്ട്. അപ്പോൾ ഇത്തരം എറേഴ്സൊക്കെ എന്ന് പറയുന്നത് ഒരു നഴ്സറിമാനെ സംബന്ധിച്ചിടത്തോളം ഇന്നോവേറ്റബിൾ, ഒഴിവാക്കാൻ പറ്റാത്തതാണ്. ചിലത് വന്ന് കയറും, എത്ര സോഴ്സ് ചെയ്താലും. പല നാട്ടിലും പല പേരായിരിക്കുമല്ലോ അല്ലേ, സ്വാഭാവികമായിട്ട് പല പേരുകളാണ്. അതിപ്പോൾ നമ്മുടെ പ്ലാവ് ഇപ്പോൾ തായ്ലൻഡിൽ നിന്ന് ആദ്യമായിട്ട്, ശരിക്കും പറഞ്ഞാൽ ഞങ്ങളാണ് ആദ്യമായിട്ട് കൊണ്ടുവന്നത്. കാരണം എന്താണെങ്കിൽ ഒരു 15 വർഷം മുമ്പാണ് തായ്ലൻഡിൽ നിന്ന് ഒരു ലൈറ്റ് പിങ്ക് കളറിൽ പ്ലാവ് വന്നു. ഞങ്ങളത് കൊണ്ടുവന്നപ്പോൾ തായ്ലൻഡിൽ നിന്ന് കൊണ്ടുവന്നതിൻ്റെ പേര് തായ്ലൻഡ് പിങ്ക് എന്നുള്ള പേരിലാണ് കൊടുത്തിരുന്നത്. ആ തായ്ലൻഡുകാരെ ഇത് വിയറ്റ്നാംകാർ വാങ്ങിച്ചു കൊണ്ടുപോയി. വിയറ്റ്നാമിൽ നിന്ന് വീണ്ടും കേരളത്തിൽ വന്നപ്പോൾ അത് വിയറ്റ്നാം എയർലൈറ്റ് മാറി, അങ്ങനെ വന്നു. പിന്നീട് അതേ പ്ലാവ് തന്നെ പേര് മാറ്റി ഇവിടെ ഒത്തിരി ആൾക്കാർ കൊടുക്കുന്നുണ്ട്. അത് പോലെയല്ല, അത് വേറെ മാറ്റമുണ്ട്. സ്വാഭാവികമായിട്ടും ഇന്റർനെറ്റും മറ്റു കാര്യങ്ങളൊക്കെ വളരെയധികം എക്സ്പാൻഡ് ആവുന്നതിന്റെ ഒത്തിരി കാലം, 30 വർഷങ്ങൾക്ക് മുന്നേ പല രാജ്യങ്ങളിൽ പോയി സോഴ്സ് അന്ന് പേരുകളൊക്കെ കണ്ടുപിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് മാത്രമല്ല, എങ്കിലും ഈ തായ്ലൻഡിലൊക്കെ പോയി കഴിഞ്ഞാൽ അവർക്ക് ഇംഗ്ലീഷൊന്നും അറിയില്ല. അവർ പറയുന്ന ഭാഷ എന്താണെന്ന് പറഞ്ഞാൽ നമ്മളോട് പറഞ്ഞ് നമുക്ക് തന്നെ മനസ്സിലാവില്ല. കാരണത്ത് തീർച്ചയായും ഭയങ്കര ബുദ്ധിമുട്ടാണ് അതൊക്കെ. നമ്മുടെ നാട്ടിലിപ്പോൾ ഒരു ഉദാഹരണത്തിന് കോമാങ്ങക്ക് പോലും ഓരോ നാട്ടിലും ഓരോ ബപ്പക്കായി, ബപ്പ്, കോമാങ്ങ, കപ്പമാങ്ങ, കപ്പായി, അങ്ങനെയാണ് പല പേരും വിളിക്കുന്നുണ്ട്. നമ്മുടെ ഒരു കേരളത്തിൽ സ്വാഭാവികമായിട്ടും മറ്റു രാജ്യത്ത് വിളിക്കുന്നതിന് തെറ്റ്. അതാണ് സാറ് പറഞ്ഞത്, ഇപ്പോൾ അറിഞ്ഞുകൊണ്ട് പേര് മാറ്റുന്നതല്ല, അത് അങ്ങനെ കിട്ടുന്നത്, അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട്. കിട്ടുന്നത് അങ്ങനെ കളക്ട് ചെയ്ത് അവർ തരുന്ന പേരാണ്. പിന്നെ ഞങ്ങൾ അതിന് ചെയ്യുന്ന കാര്യം എന്താണെങ്കിലും, ഞങ്ങൾ മാവ് ആണെങ്കിലും എന്താണെങ്കിലും ഇവിടെ നട്ടിട്ട് കായുണ്ടായിട്ട് അതിൻ്റെ പ്ലസ് പോയിന്റ് പറഞ്ഞു കൊടുക്കും. ഇതിൻ്റെ പ്ലസ് പോയിന്റ് മണമാണ്. ഇപ്പോൾ ഹൈ സെൻറ്റഡ് മാങ്ങ എന്ന് പറയുന്നതാണെങ്കിൽ നല്ല മണമാണത്. ആര് കയ്യിൽ കിട്ടിയാലും ഇങ്ങനെ മണത്തുകൊണ്ട് നിൽക്കും.
കാലപ്പാടിയുടെ ടേസ്റ്റ് തന്നെ ഇല്ല, പോരാ. കാലപ്പാടിയുടെ ടേസ്റ്റ് കൂടുതലാണ്. എന്നാൽ നാം ടോക്ക് അല്ലെങ്കിൽ അങ്ങനെ കുറേ മാവുകൾ വേറെ ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ ടേസ്റ്റ് നോക്കിയിട്ട് പറയും ഇത് ടേസ്റ്റ് കൂടുതലാണ്, ഇത് നേരത്തെ കായ്ക്കും. കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ വേണ്ടത് ഒന്ന് നേരത്തെ കായ്ക്കുക, മഴയ്ക്ക് മുപ്പാട് കായ്ക്കുക. ഇവിടെ നീലമാങ്ങ നല്ലതാണ്, പക്ഷേ നമുക്ക് പ്രോബ്ലം എന്താണെങ്കിൽ അത് മഴ തുടങ്ങിയിട്ടേ വരുള്ളൂ. ആ പുഴുക്കേട് വന്നു. പിന്നെ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ വരുന്ന പുഴുക്കേടില്ലാത്ത ചെടികൾ കിട്ടണം പരമാവധി. അത് വല്ലാത്തൊരു ശല്യമാണ്. പുഴുക്കേട് വരുമ്പോൾ നമ്മൾ മരുന്നടിക്കും. മരുന്നടിച്ചാലുള്ള ബുദ്ധിമുട്ട് എന്താണെങ്കിൽ നമ്മൾ ശരീരത്തിൽ വിഷമാണ് കയറുന്നത്. അപ്പോൾ പലരും കൾട്ടർ അടിച്ചാൽ കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട്, പക്ഷേ അതൊന്നും പറ്റിയ മായല്ല. പല രാജ്യത്തും യുഎസിൽ പോലും ബാൻഡാണ്. പക്ഷേ നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെ അടിച്ചു വരുന്നുണ്ട്. അവിടെ ബാൻഡാണെങ്കിൽ ഇവിടെ അനുവദിക്കുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് അറിഞ്ഞുകൂടാ. ഇപ്പോൾ നാഷണൽ റോസ് ഗാർഡൻ മൊത്തമായിട്ട് 5 ഔട്ട്ലെറ്റുകളാണ്, 5 യൂണിറ്റുകളാണ് പല പല ഭാഗങ്ങളിലായിട്ട്. ഈവൻ ഇവിടെ കൊടൈക്കനാലിൽ വരെ ചെയ്യുന്നുണ്ട് അല്ലേ? എങ്ങനെയാണ് ഇതെല്ലാം കൂടെ മാനേജ് ചെയ്യുന്നത്? ഒരു എളുപ്പമുള്ള അത് നമുക്കതൊരു ഹോബി ആയിട്ട് എടുക്കുകയാണെങ്കിൽ നമ്മുടെ പ്രായമൊന്നും അതിനെ ബാധിക്കില്ല. അങ്ങനെ നടന്നുകൊണ്ടിരിക്കും. അങ്ങനെ അടുത്ത തലമുറ വരുമ്പോൾ അത് ഹാൻഡ് ഓവർ ചെയ്യാം. അപ്പോൾ അതുവരയ്ക്കും നമ്മൾ ഇന്നത്തെ പോലെ ആവാൻ പാടില്ല അടുത്ത തലമുറ. കാരണം നല്ല പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും കൊടുത്താൽ മതി. ഇപ്പോൾ അത് മാറി. ഇപ്പോൾ എല്ലാ നഴ്സറിക്കാരും പേര് വെച്ചു, ഓരോന്നിൻ്റെ പേരുകളുണ്ട്, അല്ലെങ്കിൽ ഓരോ ബോർഡ് വെച്ചു, രീതികൾ മാറി. ആൾക്കാർ വാങ്ങിക്കുന്നവർ തന്നെ വെറൈറ്റിയുടെ ക്വാളിറ്റി നോക്കുന്നുണ്ട്, ടേസ്റ്റ് ഉണ്ടോ എന്ന് ചോദിക്കും. ടേസ്റ്റ് അതൊക്കെ നോക്കിയിട്ട് ഇപ്പോൾ ആൾക്കാർ വാങ്ങിക്കുന്നത്. കാലഘട്ടം മാറിപ്പോൾ, പണ്ടത്തെ പോലെയല്ല. നാഷണൽ റോസ് ഗാർഡൻ സത്യം പറഞ്ഞാൽ ഇത്രയും അധികം വെറൈറ്റികൾ, മദർ പ്ലാന്റും മറ്റു കാര്യങ്ങളും ഉണ്ടായിട്ട് പോലും എന്തുകൊണ്ടാണ് ഇത് മീഡിയയിലും മറ്റ് ലൈം ലൈറ്റുകളൊക്കെ വരാൻ ഇത്രയധികം? അത് സത്യത്തിൽ പറഞ്ഞാൽ ഞാനത് തെറ്റ് അഡ്മിറ്റ് ചെയ്യാൻ തയ്യാറാണ്. കാരണം എന്താണെങ്കിൽ എൻ്റെ ചിന്ത എന്തായിരുന്നെങ്കിൽ ഈ പരസ്യം നമ്മൾ കാണുന്നുണ്ടല്ലോ, പരസ്യത്തിൽ മുഴുവൻ തട്ടിപ്പാണ് കാണിക്കുന്നത്. ഞാനിപ്പോൾ എല്ലായിടത്തും പറയുന്നത്. അപ്പോൾ എനിക്കതൊരു വിഷമം തോന്നിയിട്ടുള്ളത്. കാരണം എന്താണെങ്കിൽ ഇല്ലാത്ത ഓരോന്നും പറഞ്ഞിട്ട് ചിലർ പറയും ഇത് കഴിച്ചാൽ ക്യാൻസർ മാറും, ഇത് കഴിച്ചാൽ ഷുഗർ മാറും, അങ്ങനെ ഓരോന്നും പറഞ്ഞിട്ടുള്ള പരസ്യങ്ങൾ കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് ഇത് ഇല്ലാത്ത കാര്യങ്ങളാണ് പരസ്യത്തിൽ കൂടുതൽ പറയുന്നത്. അപ്പോൾ പണ്ട് കാലത്ത് ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലാവരും ഞങ്ങളെ തേടി വരാറുണ്ട്. കാരണം എന്താണെങ്കിൽ അത് നല്ലത് കിട്ടുമെന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ പരസ്യത്തിലാണ് ആൾക്കാർ കൂടുതൽ പോകുന്നത്. കാരണം ഇപ്പം മീഡിയ മറ്റേ യൂട്യൂബ് നോക്കി അല്ല അങ്ങനെ നോക്കി ഇങ്ങനെ നോക്കിയൊക്കെയാണ് ആൾക്കാർ പോകുന്നത്. ഇപ്പോൾ പഴങ്ങളായിട്ട് കാണാൻ ശ്രമിക്കുക, മരുന്നായിട്ട് കാണാതെ ഭക്ഷണത്തെ ഭക്ഷണമായിട്ടൊക്കെ കാണാൻ ശ്രമിച്ചാൽ ആ ഒരു പ്രശ്നം ഒരു പരിധി വരെ ഇങ്ങനെ കള്ളത്തരം പറഞ്ഞ് ഇത് വിൽക്കേണ്ട ആവശ്യമില്ല, അല്ലാതെ തന്നെ ജനങ്ങൾ വാങ്ങിക്കുമെന്നാണ് താങ്കൾ പറഞ്ഞു വരുന്നത്. തീർച്ചയായിട്ടും. പക്ഷേ എന്താണെങ്കിൽ ഇപ്പം ജനങ്ങളെ പറ്റിക്കലായി മാറി. പലയിടത്തും ജനങ്ങളെ പറ്റിക്കാൻ ജനങ്ങൾക്ക് അറിയില്ല. ജനങ്ങൾ മീഡിയയിൽ കാണുന്നത് പറഞ്ഞിട്ടാണ്. ഞാനൊരു പരസ്യം കണ്ടിരുന്നു, ഒരു തെങ്ങിന് 300 രൂപ, 10 വീട്ടിലെത്തിച്ചു കൊടുക്കും. എന്തോരം തെങ്ങ വിറ്റിട്ടില്ലെന്നറിയോ? നമ്മൾ പേരൊന്നും ആരുടെയും പറയാനല്ല, പക്ഷെ അങ്ങനെ വിറ്റിട്ട് ആ തെങ്ങിനെ ഞാൻ നോക്കിയപ്പോൾ കണ്ടിരുന്നത് ആ പറയുന്ന തെങ്ങൊന്നല്ല കൊടുക്കുന്നത്. അതായത് ഇവിടെ ഒരു കാലത്ത് ഭയങ്കര ക്രേസായിരുന്നു ഡാർഫ് തെങ്ങ് വേണമെന്നുള്ളത്. സത്യമായിട്ടത് നല്ലൊരു കാര്യമാണ്. കാരണം എന്താണെങ്കിൽ കേരളത്തിൽ വളരെ കുറച്ച് സ്ഥലമുള്ളൂ. ഒരു വീട് 5 സെൻറ്റ് 10 സെൻറ്റിൽ അവിടെ ഒരു തെങ്ങ് വേണം, ഒരു മാവ് വേണമെന്ന് എല്ലാവരും ആഗ്രഹമാണ്. ഒരു നാടൻ തെങ്ങ് നട്ട് അത് ഉയരം കൂടി പോയി കഴിഞ്ഞാൽ അത് തെങ്ങ് കയറണമെങ്കിൽ ഒരു ഓട്ടോറിക്ഷ വിളിച്ച് മുകളിലേക്ക് കൊണ്ടുവരും. അങ്ങനത്തെ അവസ്ഥ വരും. കയറാൻ ആളെ കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഉയരം കുറഞ്ഞ തെങ്ങ് വയ്ക്കാമെന്ന് വെച്ചു. ഗംഗാപാടം നല്ലതാണ്, പക്ഷേ അതിന് കേട് കൂടുതൽ വരാൻ സാധ്യതയുണ്ട്. കാരണം നമ്മൾ ശ്രദ്ധിക്കണം. ഇത്തരം പരീക്ഷണങ്ങളൊന്നും ചെയ്യാതെയാണ് മാർക്കറ്റിലേക്ക് പ്രോഡക്റ്റ്സ് ഇറങ്ങുന്നത്. അതൊന്നും പക്ഷെ അതിൽ കേട് വരാതെ നോക്കിയാൽ മതി നമ്മൾ. കാരണം ചെള്ളുകേടാണ് ഏറ്റവും കൂടുതൽ വരുന്നത്. കാരണം എന്താണെങ്കിൽ നല്ല ടേസ്റ്റുള്ള അതിൻ്റെ കൂമ്പിന് ഭയങ്കര ടേസ്റ്റാണ്. ടേസ്റ്റ് കൂടുതൽ വന്നാൽ തീർച്ചയായിട്ടും ടേസ്റ്റ് കൂടുതൽ വരുന്നിടത്ത് രോഗാണുക്കൾ കൂടുതൽ വരും. അല്ലെങ്കിൽ ഇപ്പം വീട്ടിൽ ഒരുപാട് സ്വർണ്ണം വെച്ചാൽ കള്ളം കയറി വരും, ഇല്ലെങ്കിൽ ആരും കയറി വരില്ല എന്ന് പറഞ്ഞ പോലെയാണ്. അപ്പോൾ മാഡം ഇവിടെ ഇത്രയധികം മദർ പ്ലാന്റ്സ് പലതും കിടക്കുന്നുണ്ട്. അപ്പം ഞങ്ങൾ നോട്ട് ചെയ്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ പ്ലാന്റ്സും ഇവിടെ തൈകളാക്കി ഉൽപ്പാദിപ്പിക്കുന്നില്ല. ഇവിടെ കാണുന്ന ചിലത് ക്വാളിറ്റി ഉള്ളതും ഇല്ലാത്തതും വലുതും ചെറുതുമായിട്ടുള്ള ഒത്തിരി പ്ലാന്റ്സുകൾ മദർ പ്ലാന്റ് ഉണ്ട്. എന്തുകൊണ്ടാണ് എല്ലാ പ്ലാന്റുകളും മാർക്കറ്റിലേക്ക് ഇറക്കാത്തത്? കൂടുതൽ എന്ന് പറയുന്നത് നമ്മൾ വെയിറ്റ് ചെയ്യുന്നു. ഫ്രൂട്ട് ഉണ്ടായി കാണാൻ വേണ്ടി. ഇപ്പം നമ്മൾ ഫാം വിസിറ്റ് നടത്തിയപ്പം ചുപ്പ നമ്മളത് ചെയ്യുന്നുണ്ടെങ്കിലും അത് സീഡ്ലിംഗ് ആയിട്ട് കൊടുക്കുന്നു. പക്ഷെ ഫ്രൂട്ട് ആവാത്തത് കൊണ്ട് നമ്മളത് ഡിലേ വരുത്തുന്നതാണ്. ഇപ്പം ചുപ്പയുടെ ടേസ്റ്റ് ഇവിടെ ഉണ്ടാവുന്നത് എങ്ങനെ നമുക്ക് അറിയുന്നില്ല, നമുക്ക് അറിഞ്ഞിട്ടില്ല. അപ്പോൾ നമുക്ക് കൊടുക്കുന്ന ആൾക്കാരോട് നമ്മൾ പറയും. പക്ഷേ ഇത് അറിയാതെ വാങ്ങാൻ താല്പര്യമുള്ള ആളുകൾ ഉണ്ട്. വെറൈറ്റി അതിപ്പോൾ മിയാസാക്കി മാവുണ്ടായപ്പോൾ ഈ പ്രശ്നം ഉണ്ടായിരുന്നു. മിയാസാക്കി ആദ്യം ഇറങ്ങിയപ്പോൾ ഞങ്ങളുടെ ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ ഇവിടെ നിന്ന് കൽക്കട്ടയിൽ നിന്ന് കൊണ്ടുവന്നു. കൽക്കട്ടക്കാർ ബംഗ്ലാദേശിൽ നിന്ന് കൊണ്ടുവന്നിട്ട് നമുക്ക് തന്ന് മേടിച്ചു. അപ്പോൾ ഞാൻ കൊടുക്കുന്നവരോട് പറഞ്ഞു ഇത് മിയാസാക്കിയാണ്, ഞാൻ ചിലപ്പോൾ ഇതിൽ തെറ്റ് പറ്റാമെന്ന് പറഞ്ഞു. കാരണം ഞങ്ങളുടെ ഓൺ പ്രൊഡക്ഷൻ അല്ല എന്ന് പറഞ്ഞു. ഒരു മാർക്കറ്റ് പ്രഷർ എല്ലാ
നഴ്സറി എല്ലാ ബിസിനസ്സിനെ പോലെ ഉണ്ട്. ബിസിനസ്സിനെയും അപ്പം നമുക്കതൊരു കായം ഉണ്ടായിട്ട് മാത്രമല്ല, ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് തെറ്റി വന്നു കഴിഞ്ഞാൽ അത് ആൾക്കാർ ഭയങ്കരമായിട്ട് പറയാൻ നിൽക്കും. അവിടെ തെറ്റ് പറ്റി എന്ന് പറയാൻ നിൽക്കും. കാരണം ഞങ്ങൾ മറ്റുള്ള തെറ്റ് ചെയ്യുമ്പോൾ ചെയ്യരുതെന്ന് പറയുന്ന ആൾക്കാരാണ്. അതെ, പക്ഷേ മാർക്കറ്റിൽ ഈവൻ കസ്റ്റമേഴ്സ് അത്തരം ഒരു പ്രോഡക്റ്റിന് ഉള്ളതോ ഇല്ലാത്തതോ ആയിട്ടുള്ള ഒരു ഊഹാപോഹത്തിലുള്ള ഒരു പ്രോഡക്റ്റിന് ഡിമാൻഡ് ചെയ്യുകയാണ്. അതെ, ബിസിനസ്മാൻ സപ്ലൈ ചെയ്യാൻ നിർബന്ധിതനാവും. അത് വരും. കാരണം ഞങ്ങൾ ഇപ്പോഴും പറയാറുണ്ട്, ഇപ്പോൾ കൊടൈക്കനാലിൽ ഞങ്ങൾ ചെടികൾ ഉണ്ടാക്കി ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് മിയാസാക്കി എന്ന് പറയുന്ന മാവാണ് നമ്മുടെ ആ പേരിൽ നമ്മുടെ കയ്യിലില്ല. എഗോസൺ അവിടെ നമ്മൾ കണ്ടു നിറയെ മാങ്ങ ഉണ്ടായി നിൽക്കുന്നത്. നമ്മൾ പാണ്ടിപ്പറമ്പിലെ നഴ്സറിയിൽ എഗോസൺ ഉണ്ട്. പക്ഷേ അത് ഫ്രൂട്ടായി അത് ഇതാന്നുള്ളത് നമ്മൾ ഇതുവരെ ഇനിയാണ് നമ്മളത് പ്രോപ്പഗേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ മാർക്കറ്റ് പ്രഷർ എന്ന് പറഞ്ഞ ഒരു കാര്യം എല്ലാ ബിസിനസ്സിനെ പോലും ഈ ബിസിനസ്സിനെയും ബാധിക്കുന്നുണ്ട് അല്ലേ? പിന്നെ ബാധിക്കുന്നുണ്ട്. കാരണം എന്താണെങ്കിൽ പരസ്യത്തിൻ്റെ പിന്നാലെയാണ് ആൾക്കാർ ഓടുന്നത്. അപ്പോൾ ചില ആൾക്കാർ പറയും ഞങ്ങളുടെ സാധനം അതാണ് ഇതാണെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഓൺലൈനിൽ കൊണ്ടുപോകുന്ന ആൾക്കാർ ഞങ്ങൾ ഒരുപാട് സപ്ലൈ ചെയ്യുന്നുണ്ട്. ഞങ്ങൾക്ക് അവിടെ വരും. അപ്പോൾ അവർ പറയുമ്പോൾ അവരുടെ പ്രൊഡക്റ്റാണെന്ന് പറയും. അപ്പോൾ അതാരും കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ബിസിനസ്സിൽ അങ്ങനെ പറയുള്ളൂ. ഞങ്ങൾ മറ്റൊരാളിൽ നിന്ന് വാങ്ങിച്ച് തരുന്നതെന്ന് പറയുമ്പോൾ അവരുടെ ഡിമാൻഡ് കുറഞ്ഞു. അപ്പോൾ എല്ലാവരും പറയും ഞങ്ങളുടെ മറ്റേ തോട്ടത്തിൽ നിന്ന് എടുത്തു, ഞങ്ങളുടെ ഇവിടെ. പണ്ടൊരിക്കൽ എന്നെ തന്നെ ഒരുത്തൻ പറ്റിച്ചത് എങ്ങനെയാണെങ്കിൽ, ഒരു അറബി വന്നപ്പോൾ ഞങ്ങളുടെ തോട്ടത്തിൽ കൊണ്ട് കാണിച്ചു കൊടുത്തു. അപ്പോൾ എനിക്ക് അറബി അറിയില്ല. അപ്പോൾ കൊണ്ടുവന്നവനും അറബി നാട്ടിൽ 20 കൊല്ലം ജോലി ചെയ്തവനാണ്. അവൻ ഇവിടെ പറഞ്ഞു അവൻ്റെ തോട്ടമാണ്, ഞാൻ അവിടുത്തെ മാനേജറാണെന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തി കൊടുത്തു. അപ്പോൾ അറബിക്ക് വേറൊന്നും അറിയില്ല, ഓക്കെ എന്ന് പറഞ്ഞ് പോയി. പിന്നീട് കഴിഞ്ഞപ്പോഴാണ് പറയുന്നത് ചെടി കൊണ്ടുപോയി അവർ, മറ്റവൻ്റെ പേരിൽ ചെടി കൊണ്ടുപോയി. അപ്പോഴാണ് പറയുന്നത് ഞാനിവിടുത്തെ മാനേജറാണ് ഈ മാറിയതെന്ന്. അങ്ങനെയൊക്കെ അത് ആൾക്കാർ ചെയ്യും. അല്ല, അത് ഈ മേഖലയല്ല, എല്ലാ മേഖലയിലും ഉണ്ട്. എല്ലാ മേഖലയിലും തട്ടിപ്പുണ്ട്. പക്ഷേ ഞാൻ പറയുന്നത് ഈ മേഖലയിൽ തട്ടിപ്പ് ഉണ്ടാവാൻ പാടില്ല. അതിന് കാരണം എന്താണെങ്കിൽ, ഒരു കർഷകൻ ഒരു വീട്ടിൽ നിങ്ങളൊരു മാവ് വെച്ചു, മിയാസാക്കി വെച്ചത് പകരം വേറൊരു മാവ് കിട്ടിയെങ്കിൽ ഇത്ര നഷ്ടം. രണ്ടിലും മാങ്ങ ഉണ്ടാവും, വലിയ പ്രോബ്ലം ഒന്നുമില്ല. എന്നാലും ഒരു കർഷകൻ ഒരു വളരെ പ്രതീക്ഷയിൽ ഒരു 5 ഏക്കർ സ്ഥലത്ത് കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് അവൻ പറയുകയാണ് എനിക്ക് മിയാസാക്കി മാവ് തന്നെ വേണമെന്ന് പറഞ്ഞിട്ട് അതിന് പകരം നമ്മൾ നീലമാവ കൊടുത്തെങ്കിലേ എന്തൊരു വലിയ നഷ്ടമാണെന്നറിയോ? അതെ. പക്ഷെ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് NRനെതിരെ ഒരു വലിയ പരാതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, NRൽ ഇത്രയധികം മദർ പ്ലാന്റ് ഉള്ളത് ഞങ്ങൾക്ക് പോലും അറിഞ്ഞൂടാ. അപ്പോൾ ഇത് ജനങ്ങളിലേക്ക് എത്തിയില്ല. കാരണം ഇവിടെ വന്നാലാണ് നമുക്ക് മനസ്സിലാവുള്ളൂ ഇത്രയധികം വെറൈറ്റി നമ്മുടെ നാട്ടിൽ കായ്ക്കുന്നുണ്ട്. ഒരു കോൺഫിഡൻസ് ജനങ്ങളിലേക്ക് എത്താനുണ്ട്. അപ്പോൾ അത് എന്തോ NRൻ്റെ ചാനലിലൂടെയോ മറ്റ് ചാനലിലൂടെയോ ഒന്നും ഒരു പക്ഷേ ഇത്രയും വീഡിയോ നടന്നെടുക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് കാരണമോ സമയമില്ലാത്തത് കൊണ്ടൊക്കെ ആയിരിക്കാം അല്ലേ? ഇന്ന് തന്നെ അല്ല, അതുകൊണ്ടല്ല ശരിക്കും പറഞ്ഞത്. കാരണം എന്താ, ഞങ്ങളുടെ ഭാഗത്ത് വരുന്നൊരു മിസ്റ്റേക്കാണ്. കാരണം എന്താ, കാലഘട്ടം അനുസരിച്ചുള്ള മാറ്റം എല്ലാവരും വേണ്ടതാണ്. അവിടെ ഞങ്ങൾ ഇത്തിരി പിന്നാക്കായി, അത് അഡ്മിറ്റ് ചെയ്തിരിക്കാൻ മാർഗമൊന്നുമില്ല. ഇനിയിപ്പം അടുത്ത ജനറേഷനിൽ അവർക്ക് ഇൻട്രസ്റ്റ്. ഇന്ന് ഇവിടെ ഏറ്റവും നന്നായി നിൽക്കുന്ന പല നഴ്സറിക്കാരുണ്ടല്ലോ. അതെ, പേര് പറഞ്ഞു കഴിഞ്ഞാൽ അവർ സമ്മതിക്കുന്നില്ല. അവർക്ക് മദർ പ്ലാന്റ് മുഴുവൻ കൊടുത്തില്ല ഞങ്ങളാണ്. പല വലിയ നഴ്സറിക്കാരെയും കൊണ്ടുപോയിട്ട് എല്ലാ സ്ഥലങ്ങളും കാണിച്ചു കൊടുത്തില്ല ഞങ്ങളാണ്. എങ്ങനെയാണ് ചെടി നടുകയെന്ന് പഠിപ്പിച്ചിട്ടുള്ളത് ഞങ്ങളാണ്. പക്ഷെ അവരതൊന്നും അഡ്മിറ്റ് ചെയ്യില്ല ഇപ്പോൾ. കാരണം എന്താണെങ്കിൽ ഇപ്പോൾ ആ മാറ്റങ്ങളൊക്കെ ഉണ്ടായിരിക്കും. പലർക്കും നമ്മൾ എക്സ്പോർട്ട് ഇമ്പോർട്ട് ലൈസൻസ് എടുത്ത് കൊടുത്ത് ഡെവലപ്പ് ചെയ്ത് കൊടുത്തിട്ടുള്ളതുണ്ട്. ഇവിടുത്തെ ഇപ്പോഴുള്ള വലിയ നഴ്സറിക്കാർ അവർ പലരും അത് പറയും, ഞങ്ങൾ അവിടെ നിന്ന് തുടങ്ങിയത് നമ്മളോടാണ് അഡ്വൈസ് ചോദിച്ചു വരാറ്. നമ്മളെല്ലാവരും പറഞ്ഞു കൊടുക്കാറുണ്ട് കേട്ടോ, എന്ത് ചോദിച്ചാലും പറഞ്ഞു കൊടുക്കാറുണ്ട്. കാരണം എന്താ, അതങ്ങനെ ഒരു എക്സ്പോർട്ട്. ബട്ട് സ്റ്റിൽ കേരളത്തിൻ്റെ ഈ ഒരു എക്സോട്ടിക് ഫ്രൂട്ട് മാർക്കറ്റ് ഓർ ലോക്കൽ വെറൈറ്റി ഫ്രൂട്ട് മാർക്കറ്റ് എന്ന്, അല്ലെങ്കിൽ ഈ ചെടികളുടെ ഇൻഡോർ എക്സ്റ്റീരിയർ പ്ലാന്റ്സ് എന്ന് പറയുന്നത് അത്രയും വൈഡ് ഓപ്പൺ മാർക്കറ്റാണ്. ഇവിടെ ഇനിയൊരു 100 നഴ്സറി വന്നാലും സ്റ്റിൽ ഓപ്പർച്യൂണിറ്റി എന്ന് പറയാൻ പറ്റില്ല എന്ന് പറയുകയാണെങ്കിൽ പണ്ടത്തെ പോലെയല്ല ഇപ്പം നമ്മളെക്കാളും നമ്മൾ കേരളത്തിൻ്റെ ഡെവലപ്മെൻറ്റിന് ഒരു പരിധിയുണ്ട്. ആന്ധ്ര അതുപോലെ ഞാനൊക്കെ നഴ്സറി തുറന്നിട്ട് വലിയ അത്യാവശ്യം നല്ല നിലയിൽ നിൽക്കുമ്പോൾ ആന്ധ്രയിലുണ്ടായിരുന്ന കൊച്ചു നഴ്സറിക്കാരൊക്കെ ഇപ്പം ഭയങ്കര ടോപ്പിലെത്തി. പൂനെയിലുണ്ടായിരുന്നവർ അതിലും ടോപ്പിലെത്തി. കാരണം അവർക്കൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. കാരണം എന്താണെങ്കിൽ കേരളം ഈ തെറ്റത്താണ് കിടക്കുന്നത്. ഈ തെറ്റത്ത് കിടക്കുമ്പോൾ എന്താ പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു സാധനം ഇവിടുന്ന് ഡൽഹിക്കും കൽക്കട്ടയ്ക്കും കയറ്റി വിടുമ്പോൾ ഒരുപാട് ട്രാൻസ്പോർട്ടിങ് ബുദ്ധിമുട്ട് വരുന്നുണ്ട്. ട്രാൻസ്പോർട്ടിങ് കോസ്റ്റ് വരും, ഡാമേജ് വരും. അത്ര ബുദ്ധിമുട്ട് ആന്ധ്രക്കാർക്കില്ല, പൂനെക്കാർക്കില്ല. പക്ഷേ നമ്മുടെ കേരളത്തിൻ്റെ ട്രോപ്പിക്കൽ വെതറിൻ്റെ അഡ്വാൻറ്റേജ് ഒരു പ്ലസ് അല്ലേ? ലൈക്ക് മാംഗോസ്റ്റീൻ. അതെ, അതുണ്ട്. അത്തരം സാധനങ്ങൾ ഇവിടെ നമ്മൾ കൽക്കട്ടയ്ക്ക് അയക്കുന്നുണ്ട്. ഇവൻ കൽക്കട്ടയ്ക്കല്ല, കൽക്കട്ടയിൽ പോയാൽ കൽക്കട്ടയിൽ നിന്ന് ബംഗ്ലാദേശിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെ പലയിടത്തും പോകുന്നുണ്ട്. അതൊക്കെ ഉണ്ട്. പക്ഷേ അതേസമയം ആന്ധ്രക്കാരെ സംബന്ധിച്ചിടത്തോളം എന്താണെങ്കിൽ അവർക്ക് ഒത്തിരി ഒരുപാട് ഏരിയ സ്ഥലങ്ങൾ ഫ്രീ ആയിട്ട് കിട്ടാനുണ്ട്. അവർക്ക് നമുക്കൊരു സ്ഥലം കിട്ടാൻ ഭയങ്കര വെള്ളത്തിനും ബുദ്ധിമുട്ടില്ല. വെള്ളം എന്ന് പറഞ്ഞാൽ അവർ ആ കടിയെന്ന് പറയുന്നത് ആ ഗോദാവരി ഡാം അവിടെയുണ്ട്. ഇഷ്ടംപോലെ വെള്ളമുണ്ട് അവർക്ക്.
ഇഷ്ടംപോലെ വെള്ളമുണ്ട്, സ്ഥലമാണ് ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. ഒരു നഴ്സറി 100 ഏക്കർ 150 ഏക്കറൊക്കെയാണ്. എനിക്ക് ആഗ്രഹമുണ്ട് ഒരു 50 ഏക്കർ സ്ഥലം കിട്ടിയിരുന്നെങ്കിൽ എല്ലാ മദർ പ്ലാനും അത് സയൻറ്റിഫിക്കായിട്ട് പ്ലാൻ ചെയ്തിട്ട് ഒരു വലിയൊരു ഗാർഡൻ സെറ്റ് ചെയ്ത് കാണിക്കണമെന്ന്. ആരെങ്കിലും 50 ഏക്കർ ഞാൻ ചെയ്തു കൊടുക്കും. എനിക്ക് അത്ര താല്പര്യമായിരുന്നു. പക്ഷേ കേരളത്തിൻ്റെ ഒരു ഭൂപ്രകൃതി വെച്ച് ഇവിടെ സ്ഥലം അവൈലബിൾ അല്ല കിട്ടാനായിട്ട് നമുക്ക്. കാരണം എന്താണെങ്കിൽ ഓരോന്നും ഇപ്പം ഞങ്ങൾ തന്നെ നട്ടത് എനിക്ക് പോരാ. ഇപ്പം മനസ്സിലായി. എൻ്റെ അടുത്ത് പലരും വന്നിട്ട് ഇപ്പോഴും മദർ പ്ലാന്റ് നടാതിരിക്കുന്ന കാണുമ്പോൾ എൻ്റെ ചില ഫ്രണ്ട്സ് വന്നിട്ട് ഇത് എന്താ നടാത്തതെന്ന് ചോദിക്കും. ഞാൻ ഒരു സ്ഥലം കിട്ടണില്ല എന്ന് പറയുമ്പോൾ എന്നെ കളിയാക്കും. 10-25 ഏക്കർ സ്ഥലം ഉണ്ടായിട്ട് ഇനി സ്ഥലമില്ല എന്ന് പറയുമെന്ന് ചോദിക്കും. അതെ അതെ. അത് സ്വാഭാവികമായിട്ടും പല മദർ പ്ലാന്റ്സ് നിലത്ത് വെച്ചത് പോലും ഷെയ്ഡിലാണ്, മാവുകളൊക്കെ അതാണ് വരുന്നത്, സ്പേസിലാണ്. എനിക്ക് അറിഞ്ഞിട്ടാണ് അത്. ഞാനത് മറ്റുള്ളവർ പറയും ഇങ്ങനെ നടാൻ പാടില്ലെന്ന് ഞാൻ പറയാറുണ്ട്. എനിക്കും താല്പര്യമില്ല. പക്ഷേ എന്താണ് ചില മാർഗ്ഗമില്ലാതെ വരുമ്പോൾ ചെയ്യണതാണത്. അങ്ങനെയാണ് വരുന്നത്. എല്ലാം കൂടിയായിട്ട് സ്ഥലം ഇതിന് മാത്രമായിട്ടൊരു സ്ഥലം വേണം, മദർ പ്ലാന്റ് മാത്രം നടാനായിട്ട്. അങ്ങനെ വേണം. ഇപ്പോൾ നമ്മൾ കുറേ മാറ്റി. ഇപ്പോൾ ഫ്ലവറിൻ്റെ കൊടൈക്കനാലിൽ മാറ്റിയപ്പോൾ നമ്മൾ അങ്ങനത്തെ ഐറ്റംസ് മൊത്തം അങ്ങോട്ട് മാറ്റി. ഫ്രൂട്ട് പ്ലാന്റ്സിന് പാണ്ടിപ്പറമ്പിലേക്ക് മാറ്റി. അങ്ങനെ കുറേ ചേഞ്ചസ് വരും. കൊടൈക്കനാൽ പോലുള്ള ഒരു കോൾഡ് സ്ട്രെസ് കൂടുതലുള്ള പ്രദേശങ്ങളിൽ നമ്മുടെ നാട്ടിൽ കായ്ക്കാത്ത പല വെറൈറ്റികളും അവിടെ ട്രൈ ചെയ്യാൻ പറ്റും അല്ലേ? ഒരു ഇന്ത്യയിലെ പല ഭാഗത്തേക്കുള്ള പ്രൊഡക്റ്റുകൾ അപ്പോൾ അവിടെ നമുക്കുള്ള അഡ്വാൻറ്റേജ് എന്താണെങ്കിൽ ഇപ്പോൾ നമുക്ക് സംബന്ധിച്ചിടത്തോളം എന്താണെങ്കിൽ പല പൂക്കളും ഇവിടെ ഭംഗിയിൽ കിട്ടില്ല. കുറേ പൂക്കൾ നമുക്ക് പൂനക്കാർക്ക് പോയി സാധനങ്ങൾ വല്ലതും കൊടുക്കണം, നമുക്ക് അവിടെ നിന്ന് കൊടുക്കാം. പിന്നെ ബാംഗ്ലൂർക്കാർ ചിലത് വാങ്ങിച്ചു കൊണ്ടുപോകും നമ്മുടെ കയ്യിൽ നിന്ന്, ചില ഐറ്റംസ് വാങ്ങിക്കും. ഇനി ഇവിടെ തന്നെ ഇപ്പോൾ ഒരു ഫ്ലവർ ഷോ വരികയാണെങ്കിൽ അല്ലെങ്കിൽ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം നല്ല ഭംഗിയുള്ള പൂക്കൾ വേണം. റോസാപ്പൂക്കളൊക്കെ നല്ല വലിപ്പമുള്ളത് കണ്ടാൽ അവർ വാങ്ങിക്കുള്ളൂ, ചെറുത് കണ്ടാൽ വാങ്ങിക്കില്ല. നമ്മളിവിടെ ഉണ്ടാക്കിയിട്ട് നമ്മുടെ കാലാവസ്ഥയിൽ ചെറുത് കൊടുത്തു കഴിഞ്ഞാൽ ആൾക്കാർ പറയും ഇത് പറ്റില്ല എന്ന് പറയും. അപ്പോൾ നിർബന്ധിതമായിട്ട് വരികയാണ് നമ്മൾ കുറച്ച് വലിയ പൂക്കളാക്കാനായിട്ട്. അപ്പം അങ്ങനെ വരുമ്പോൾ അതുപോലത്തെ ഒരു കാലാവസ്ഥ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരികയാണത്. വ്യത്യസ്തമായ വെറൈറ്റികളൊക്കെ കളക്ട് ചെയ്യുക എന്നുള്ളത് ഇതൊക്കെ ഏത് എങ്ങനെയാണ് ഇത് കളക്ട് ചെയ്യുന്നത്? പലതും നമ്മുടെ നാട്ടിലിങ്ങോട്ട് എത്തിക്കലാണോ, എങ്ങനെയാണ്? നമ്മൾ ഓരോ രാജ്യങ്ങളിലും പോയിട്ട്, ഞാൻ എൻ്റെ അറിവിൽ എനിക്ക് യാത്ര മടിയുള്ള ആളാണ്, എന്നിട്ട് പോലും ഞാനൊരു 16-17 രാജ്യങ്ങളിൽ പോയിട്ടുണ്ട്. അങ്ങനെ പോയിട്ട് അവിടെ കാണുന്ന വെറൈറ്റികൾ ചോദിച്ച് നമ്മൾ കളക്ട് ചെയ്യും. ഓരോ വെറൈറ്റികൾ അത് കളക്ട് ചെയ്ത് കുറേ കൊണ്ടുവരുമ്പോൾ പകുതി കേടുവന്ന് പോകും, പിന്നെ ഡെവലപ്പ് ചെയ്യും. കിട്ടിയില്ലെങ്കിൽ വീണ്ടും പോകും നമ്മൾ. അത് കുറേ പോകും. കുറേ വെറൈറ്റികൾ അങ്ങനെയുണ്ട്. ഒരുവിധം ഫാമിലി ട്രിപ്പുകളൊക്കെ ഇതുപോലെ ചെടി കളക്ട് ചെയ്യുന്ന ട്രിപ്പുകളായി മാറിയിട്ടുണ്ടാവും. അല്ല, അത് മാത്രമേ ഞാൻ പോകാറുള്ളൂ. എനിക്ക് ടൂറിനോട് വലിയ കമ്പുള്ള ആളല്ല. അത്തരം ചോദ്യങ്ങളിലേക്ക് കിടക്കണ്ട, ചിലപ്പോൾ ഇന്ന് കുടുംബക്കലയൊക്കെ. ഓക്കെ, പിന്നെ വേറെന്താണ് സാറിന് നാഷണൽ റോസ് ഗാർഡനെ കുറിച്ചിട്ട് ജനങ്ങൾക്ക് കൊടുക്കാനുള്ള ഒരു മെസ്സേജ്? അതായത് ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളും സർക്കാരിനൊക്കെ ചെടികൾ കൊടുക്കാറൊക്കെ ഉണ്ട്. അവിടെ വരുമ്പോൾ സർക്കാർ ചെയ്യുന്ന നല്ലൊരു കാര്യമാണ്. കാരണം എന്താണെങ്കിൽ ഒരുപാട് ചെടികൾ ഫ്രീ ആയിട്ടും വില കുറച്ചിട്ടും ജനങ്ങൾക്ക് കൊടുക്കുന്നുണ്ട്. പക്ഷെ അത് നല്ലൊരു കാര്യമാണെങ്കിൽ തന്നെ അവിടെ ചെറിയൊരു മൈനസ് പോയിന്റ് കിടക്കണം. എന്താണെങ്കിൽ സർക്കാർ കൊടുക്കുന്ന ചെടികൾ ഇപ്പോൾ ഒരു ഏജൻസി കൊടുത്തു, ഏജൻസിക്ക് ആകുമ്പോൾ അതിനുള്ളിൽ കുറച്ച് കമ്മീഷനൊക്കെ എല്ലാ ബിസിനസ്സുള്ളത് വരുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ ക്വാളിറ്റി അധികം കിട്ടില്ല. ഇപ്പോൾ ഒരു വീട്ടിലേക്ക് ഒരു മാവാണ് കിട്ടണമെങ്കിൽ ആ വീട്ടിൽ ഒരു മാവ് ഞങ്ങളുടെ കയ്യിൽ നിന്ന് ഒരു 500 രൂപയ്ക്ക് മേടിക്കുന്നതും ഫ്രീ കിട്ടുന്നത് തമ്മിൽ നല്ലത് ഈ 500 രൂപയ്ക്ക് വാങ്ങിക്കുന്നതാണ്. കാരണം സർക്കാർ ഒരു 5000 മാവ് സപ്ലൈ കൊടുക്കുകയാണെങ്കിൽ, അപ്പോൾ ഞങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ ഞങ്ങൾ 5000 മാവ് കൊടുക്കുമ്പോൾ അവർ എന്താ വില എന്ന് വെച്ചാൽ കൊട്ടേഷൻ കൊടുക്കേണ്ടി വരും. തീർച്ചയായിട്ടും ഞങ്ങൾ 50 രൂപയാണ് കോട്ട് ചെയ്യുക. അപ്പോൾ 50 രൂപയുടെ മാവിൽ ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഏറ്റവും വില കുറഞ്ഞ മാവ് നമ്മളവരോട് പറഞ്ഞിട്ടേ കൊടുക്കുള്ളൂ. ഇത് ബഗനപ്പള്ളിയാണ്, അല്ലെങ്കിൽ ഇത് ഇന്ന മാവാണ്. പക്ഷേ മിയാസാക്കി നമ്മൾ കൊടുക്കുന്നില്ല, കാലപ്പാടി നമ്മൾ കൊടുക്കുന്നില്ല. ചില കൃഷി ഓഫീസർമാർ പറയും എനിക്ക് കാലപ്പാടി തന്നെ വേണമെന്ന് പറയും. അങ്ങനെയുള്ള ആൾക്കാരുണ്ട്, അവർക്കത് അറിയാം. അപ്പോൾ ഞാൻ പറയും കാലപ്പടി തരാമെന്ന് പറയും. അപ്പോൾ ഞാൻ പറയും ഇത് 50 രൂപയല്ല 200 രൂപ വില വരും കേട്ടാന്ന് പറയും. അപ്പോൾ അവർ വേറെ സ്ഥലങ്ങൾ അന്വേഷിക്കും. അപ്പോൾ ഞാൻ അവരോട് പറയും നിങ്ങൾ അന്വേഷിച്ചുകൊണ്ട് വിരോധമില്ല, നിങ്ങൾ പോയി ചെടി കാണണം എന്ന് പറയും. അപ്പോൾ ചെടി കാണുമ്പോൾ അവിടെ കാലപ്പാടിയല്ല കിട്ടുന്നത്. അപ്പോൾ തിരിച്ചു വന്നിട്ട് പറയും ഞങ്ങൾക്ക് 2000 കാലപ്പാടി വേണമെന്ന് പറയും. ഓക്കെ. അല്ലെങ്കിലുള്ള പ്രോബ്ലം എന്താണെങ്കിലും വില കുറഞ്ഞത് കിട്ടുമ്പോൾ ഒരു വീട്ടിലേക്ക് ഒരു മാവുള്ളെങ്കിൽ ക്വാളിറ്റി ഇല്ലാണ്ട് വരും. ചിലപ്പോൾ ഭാഗ്യത്തിന് നല്ലത് കിട്ടാം ചില സമയത്തൊക്കെ. അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട് ഇതിൽ. മാവ് വലുതായി കഴിഞ്ഞാൽ ഇപ്പോൾ മാങ്ങയ്ക്ക് കിലോ ഒരു ആവറേജ് നല്ല മാങ്ങയ്ക്ക് 200 രൂപ വിലയുള്ള സമയമാണ് ഇപ്പോൾ. അതെ, ഒരു 10 കിലോ മാങ്ങ 2000 രൂപയായി. മാങ്ങ വാങ്ങി കഴിക്കുക എന്നുള്ളത് പോലും അവിടെ ഒരു മാറ്റം എന്താണെങ്കിൽ മനുഷ്യർ അറിയേണ്ട ഒരു കാര്യം എന്താണെങ്കിൽ എല്ലാവരും വന്നു ചോദിച്ചാൽ മൂവാണ്ടമാവുണ്ടെന്ന് ചോദിക്കും. മൂവാണ്ടമാവ് ചില സമയത്ത് കിലോന് 10 രൂപ വില ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ മൂവാണ്ടമാവിൻ്റെ ഒരു അണ്ടി മുളപ്പിച്ചാലും മൂവാണ്ടമാവ് കായ്ക്കും. അപ്പോൾ ആൾക്കാരത് താല്പര്യം കാണിക്കും. പക്ഷേ ആ ഒരു മൂവാണ്ടമാവ് വെക്കുന്നതിന് പകരം ഒരു നാംടോക്കോ ഒരു ചാങ്ടിയാനോ നട്ട് കഴിഞ്ഞാൽ ഈ കിലോന് 10 രൂപ എന്നുള്ളത് അവന് കിലോന് 150 രൂപ കിട്ടും. അപ്പോൾ ഏതാണ് ലാഭം? വിൽപ്പന നടത്തുകയാണെങ്കിൽ മാർക്കറ്റ് വാല്യൂ കിട്ടും. അപ്പോൾ എപ്പോഴും തിരഞ്ഞെടുക്കേണ്ടത് എന്താണെങ്കിൽ വില കൂടിയാലും നല്ല സാധനം തിരഞ്ഞെടുക്കണം.
കൂടുതലും ആൾക്കാർ ഇപ്പോൾ മുതലമടയിലേക്കാണ് അൽഫോൺസിയാണ് നടുന്നത്. ഈ അൽഫോൺസിൻ്റെ പ്രോബ്ലം എന്താണെങ്കിൽ എൻ്റെ ഇവിടെയൊക്കെ അൽഫോൺസ് ഇന്നൊരു മാങ്ങ കിട്ടിയിട്ടില്ല, ഭയങ്കര പുഴുക്കേടാണത്. അപ്പോൾ പുഴുക്കേട് കുറവുള്ളതും നേരത്തെ കായ്ക്കുന്നതും ടേസ്റ്റ് ഉള്ളതായിരിക്കണം. നേരത്തെ കായ്ച്ചുള്ള ഗുണം എന്താണെങ്കിൽ മാർക്കറ്റിൽ വില കിട്ടും. സാർ ഇതുവരെ കഴിച്ചതിൽ, പ്രത്യേകിച്ച് ഈ ഫാമിലുണ്ടായി കഴിച്ചതിൽ നല്ലൊരു മാമ്പഴത്തിൻ്റെ പേര്? എനിക്കിഷ്ടമുള്ളൊരു മാങ്ങ കാലപ്പാടി ഇഷ്ടമുള്ളതാണ്. നാംടോക്മൈ നല്ലതാണ്, ചാങ്ഡിയ നല്ലതാണ്, ചാങ്ഡിയ ബനാന മാങ്ങ നല്ലതാണ്. പിന്നെയും കുറേ മാവ്, കുറച്ച് ഹൈബ്രിഡ് കുറച്ച് മാവുകളുണ്ട്. ഹൈബ്രിഡിൻ്റെ കുറച്ച് മാവുകൾ നല്ല വെറൈറ്റികളുണ്ട്. മറ്റേ പേരുകൾ കുറേ ഉണ്ട് അവിടെ. അല്ല, ഞാൻ ഏറ്റവും നല്ല മാവുകൾ പറഞ്ഞാണ്. മല്ലിക നല്ല മാങ്ങയാണ്, പക്ഷെ നമ്മുടെ കാലാവസ്ഥയിൽ കായ്ക്കാൻ കുറേ താമസിക്കുന്നുണ്ട് മല്ലിക. മല്ലിക അവിടുത്തെ ഒരു ക്വാളിറ്റിയും ഇവിടെ അത് കിട്ടാൻ ബുദ്ധിമുട്ട് വരുന്നത്. അതുപോലെ തന്നെ ഹിമാപ്രസിൻ്റെ നല്ല ടേസ്റ്റുള്ള മാങ്ങയാണ്, പക്ഷേ കേരളത്തിൽ നടരുന്നത് ഞാൻ പറയുള്ളൂ. കാരണം കേരളത്തിൽ ഹിമാപ്രസിൻ്റെ നട്ട് കഴിഞ്ഞാൽ കായ്ക്കാൻ താമസിക്കും. പിന്നെ ആകപ്പാട് 10 മാങ്ങയാണ് കിട്ടുന്നത്. അതിന് വേണ്ടി ബ്ലാക്ക് ആൻഡ് റോസ് പണ്ടൊക്കെ നല്ല മാങ്ങയായിരുന്നു, പക്ഷേ ഇപ്പോൾ ഒന്നും നല്ല മാങ്ങ പറയാൻ പറ്റില്ല. അതിനും നല്ല വെറൈറ്റി അയ്യോ ഒത്തിരി ഉണ്ട് അങ്ങനെ പറയുന്നത്. കാരണം പണ്ടത്ര ഉണ്ടായിരുന്നില്ല. പിന്നീട് ഇപ്പോൾ ഹൈബ്രിഡ് ചെയ്തിട്ട് ഒത്തിരി വെറൈറ്റികൾ വരുന്നുണ്ട്, പുതിയ പുതിയ വെറൈറ്റികൾ വരുന്നുണ്ട്. ഇപ്പോൾ ഫ്രൂട്ടുകളെ കേസൊക്കെ എടുക്കുകയാണെങ്കിലോ, ഈ പറയുന്ന മേമി പുതിയ പുതിയ വെറൈറ്റികളൊക്കെ ഓരോന്നിനും ചിലർക്ക് ചില വെറൈറ്റികൾ താല്പര്യമായിരിക്കും. എന്നുവെച്ചാൽ കോമൺ ആയിട്ട് ആൾക്കാർക്ക് എപ്പോഴും വരികയാണ് മാങ്ങ, ചക്ക, റംബുട്ടാൻ. ചക്കയുടെ ഒത്തിരി പുതിയ വെറൈറ്റികളൊക്കെ ഇവിടെ വന്ന് കഴിക്കും. ഒത്തിരി വെറൈറ്റികളൊക്കെയുണ്ട് ചക്കകളുണ്ട്. അപ്പോൾ ഈ ചക്കയും മാങ്ങയാണ് മെയിനായിട്ട്. ചക്കയും മാങ്ങയാണ് എപ്പോഴും നമുക്ക് നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വരുന്നത്. റംബുട്ടാൻ ഒത്തിരി ഉണ്ടാവുന്നതാണ് നമ്മുടെ നാട്ടിൽ, ഒരുപാട് വെറൈറ്റി റംബുട്ടാൻ. മാംഗോസ്റ്റീൻ നമ്മുടെ കേരളത്തിൽ നന്നായിട്ട് വരുന്നത്. ചില വെറൈറ്റികളൊക്കെ വിദേശ വെറൈറ്റികൾ വരുമ്പോൾ വൈഡ്ലി അക്സെപ്റ്റൻസ് ആവും, ചിലത് കുറച്ച് കുറയും. അതെ, അങ്ങനെ അത് ആളുകളുടെ ഒരു ടേസ്റ്റ് പ്രിഫറൻസ് അതെ അവിടെ ഉണ്ടാവും. അതൊന്നും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനും പറ്റില്ല അല്ലേ, മാർക്കറ്റിലേക്ക് ഒരു അങ്ങനെ പറയാം. പക്ഷേ എപ്പോഴും എല്ലാവരും നടുന്ന ഒരു ഐറ്റം തന്നെ നട്ട് കഴിഞ്ഞാൽ എന്താ കുഴപ്പമെന്നുണ്ടെങ്കിൽ അത് സെയിൽ ചെയ്യാനുള്ള കുറച്ച് ബുദ്ധിമുട്ട് വരും. അതുകൊണ്ടാണ് എപ്പോഴും പറയുന്നത് ഇത്തിരി വില കൂടിയാലും പുതിയ പുതിയ വെറൈറ്റികൾ നട്ട് പിടിപ്പിക്കണം എന്ന് പറയുന്നത്. രുചികരമായിട്ടുള്ള സ്ഥലപരിമിതിയാണല്ലോ എല്ലാവരെയും പ്രശ്നം. അതെ, രുചികരമായിട്ട് വീടുകളിൽ നടുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നല്ല കുറച്ച് സ്ഥലമുള്ളൂ. അപ്പോൾ ഉള്ളതിലും നല്ല ഒരെണ്ണം നട്ടിട്ട് കുറേ കഴിഞ്ഞാൽ അത് വെട്ടിക്കളഞ്ഞിട്ട് വേറെ നടാന്ന് പറയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് സെലക്റ്റീവായിട്ട് നടണം. ആ നട മാത്രമല്ല, ആ നടുന്ന രീതി ഈ യൂട്യൂബിലൊക്കെ ഓരോരുത്തർ പറയണ കേട്ടിട്ടുണ്ട്. എനിക്ക് സങ്കടം തോന്നും. ഇതിനെങ്കിൽ ഇത്തിരി ചാണപ്പൊടി ഇട്ടു, അത് വെച്ചു, ഇത് വെച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അത് ശരിക്കും ഒരു കുഴി കുത്തിയിട്ട് സിസ്റ്റമാറ്റിക്കായിട്ട് നട്ട് കഴിഞ്ഞാൽ എത്ര ഗ്രോത്ത് അതിന് വരാമെന്ന് വെച്ചിരിക്കുക. തുടക്കത്തിൽ തന്നെ ഒരുപാട് വളങ്ങളൊക്കെ ഇട്ട് എല്ലാവരും ഒരുപാട് ചെടികൾ വളങ്ങൾ കൊടുക്കണം ചെറുപ്പത്തിൽ. അതല്ല, ഒത്തിരി വളങ്ങൾ ഓവർ കവറിലൊക്കെ നിറയെ വളങ്ങൾ മാത്രം ഇട്ട് കൊടുത്ത് ചെടി വേറെ അഴുകി പോകുന്ന യൂട്യൂബ്. അല്ല, അതൊക്കെ ശരി. പെട്ടെന്ന് വെക്കുമ്പോഴാണ് ആ ഒരു ഇഷ്യൂ വരുന്നത്. നമ്മൾ അടിവളം ഇട്ടിട്ട് അത് വെയിറ്റ് ചെയ്യണം, നനച്ച് ഒരു 3 മാസമെങ്കിലും നമ്മൾ അതിന് വെയിറ്റ് ചെയ്ത് അത് ഡിസോൾവ് ആയതിന് ശേഷം മണ്ണിട്ട് മൂടി പിന്നെ ചെറിയ. കാരണം എന്താണെങ്കിലും നമ്മൾ കൊടുക്കുന്ന എല്ലുപൊടി ആണെങ്കിലും പിണ്ണാക്കാണെങ്കിലും ഇപ്പോൾ യൂറിയ എന്ത് കൊടുക്കുകയാണെങ്കിലും ആ ആട്ടുംകാട്ടം പോലും അതിനൊരു ചൂടുണ്ട്, വേരി കേട് വരും. കമ്പോസ്റ്റാകുമ്പോൾ ചൂട് വരും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഒരു കുഴിയിൽ വളങ്ങൾ ഇട്ടിട്ട് ആ വളമൊക്കെ ഡീകമ്പോസ് ചെയ്യാൻ 2 മാസം സമയമെടുക്കും. മിനിമം 1 മാസം, മിനിമം 2 മാസം 3 മാസം. ഇത് പഴയൊരു ടെക്നോളജിയാണ്. കാരണം എന്താ, നമ്മുടെ നാട്ടിൽ പണ്ടത്തെ കർഷകർ ചെയ്യുന്ന മാർഗ്ഗങ്ങളുണ്ട്. സത്യം പറഞ്ഞാൽ കൃഷിയിൽ പുതിയതൊന്നുമില്ല, ഒക്കെ പഴയതാണ്. അതിനെ കുറച്ച് പൊടി തട്ടി എടുത്തുള്ളൂ. കാരണം നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞുതരാം, ഇപ്പോൾ ഡ്രിപ്പ് ഉണ്ട് നമ്മുടെ നാട്ടിൽ. ഡ്രിപ്പ് ഇത് പഴയ സിസ്റ്റമാണ്. അല്ല, അതായത് പണ്ട് വെള്ളത്തിന് ബുദ്ധിമുട്ടുള്ള സമയത്ത് എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ 50 കൊല്ലം മുമ്പാട് ഒരു കുടത്തിൽ ഒരു കുടം വെള്ളം കൊണ്ടുവയ്ക്കും. എന്നിട്ട് ഒരു ചെറിയ ഹോള് കൊടുക്കും, അവിടെ ഒരു തുണി തിരികെ ഹോൾ അടയ്ക്കും. എന്നിട്ട് ഈ ചെടിയുടെ കടയ്ക്ക് തന്നെ വെച്ചുകൊണ്ടിരിക്കും. അപ്പോൾ കുറേശ്ശെ വെള്ളം തുണി കൂടെ നനഞ്ഞ് നിന്നാൽ ചെടിയുടെ ഉള്ളിലേക്ക് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ചെടി ചാവാറ് നിൽക്കും. മഴക്കാലം ആകുമ്പോൾ ഇഷ്ടംപോലെ വെള്ളം കിട്ടുമ്പോൾ ചെടി ഉയരത്തിൽ പോക്കട്ടെ എന്ന് പറയും. അത് ആ ടെക്നോളജി തന്നെയാണ് ഇപ്പോൾ ഡ്രിപ്പാക്കി മാറ്റിയിട്ടുള്ളത്. എല്ലാം പഴയ ടെക്നോളജി തന്നെയാണ് ശരിക്കും വരുന്നത്. അതന്നെ അങ്ങനെയാണ് കൊണ്ടുവന്നിട്ടുള്ളത് ശരിക്കും പറയുകയാണെങ്കിൽ. അപ്പം നമ്മളെപ്പോഴും ചെടി നടുമ്പോൾ നമ്മളൊരു കുട്ടികളോട് പറയാറില്ല, നിങ്ങൾ ഭക്ഷണം വായിലിട്ട് ചവച്ചരച്ച് കഴിക്കണമെന്ന് പറയാറുണ്ട്. നമ്മൾ വേഗം കഴിക്കാതിരിക്കാൻ വേണ്ടി. ഇതന്നെ ഒരു ചെടി നടുമ്പോൾ വളങ്ങളൊക്കെ അടിയിലിട്ടിട്ട് ഡീകമ്പോസ് ചെയ്യാൻ 2 മാസം കൊടുക്കുകയാണെങ്കിൽ, ഡീകമ്പോസ് ചെയ്തിട്ട് ചെടി വെക്കുകയാണെങ്കിൽ വേര് പെട്ടെന്ന് അടിയിലേക്കാണ്ട് പോകും, അടിയിലേക്ക് പോകും. പിന്നെ മുകളിൽ വളം കൊടുത്താലുള്ള പ്രോബ്ലം എന്താണ്, വേരൊക്കെ മുകളിലേക്ക് വരും. അതൊരു സിസ്റ്റമാണ്. കാരണം എന്താണെങ്കിൽ ഇപ്പോൾ നമ്മളൊരു കോഴീൻ്റെ വീട്ടിൽ വലിയൊരു ഏരിയയിൽ അഴിച്ചിട്ടിട്ട് എവിടെയാണ് കോഴിക്ക് ഭക്ഷണം വയ്ക്കണേ, കോഴി അവിടേക്ക് ഓടി ചെല്ലും. നമ്മൾക്ക് കിണറിൻ്റെ അവിടെ നോക്കിയാൽ അറിയാം. പണ്ടത്തെ കിണറുകൾ, ഇപ്പോഴത്തെ കിണറൊക്കെ മാറി. തെങ്ങിൻ്റെ വേര് കിണറിൻ്റെ അവിടേക്ക് വന്നിട്ടുണ്ടായിരിക്കും വെള്ളം തേടിയിട്ട്. എന്നിട്ട് ആ കിണറിൻ്റെ ഉള്ളിൽ പല പേരുകളും കാണാം, കണ്ടിട്ടില്ലേ? അപ്പോൾ ആ ടെക്നോളജി ഒന്ന് ആലോചിച്ചാൽ മതി. നമ്മളിപ്പോൾ അടിയിൽ വളം കൊടുക്കുകയാണെങ്കിൽ
അടിയിൽ വളം കൊടുക്കുകയാണെങ്കിൽ വേരൊക്കെ അടിയിലേക്ക് പോകും അടിയിലേക്ക് വളം എടുക്കാനായിട്ട്. പെട്ടെന്ന് വേരുകൾ പാഞ്ഞ് മരം സ്ട്രോങ് ആയിട്ട് നിൽക്കും. മുകളിൽ വളം കൊടുത്തു കഴിഞ്ഞാൽ വേരൊക്കെ മുകളിലേക്ക് വരും, കാറ്റ് വന്ന് മറയാൻ സാധ്യതയുണ്ട്. അപ്പം പ്രോബ്ലം എന്താണെങ്കിൽ വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലമാണെങ്കിൽ ചെറിയൊരു ദോഷം വരികയെന്നാണെങ്കിൽ വേരടിയിലേക്ക് പോകുമ്പോൾ വെള്ളം കൂടുതലുണ്ടെങ്കിൽ ചീച്ചൽ വരാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ കുറച്ച് മണ്ണ് കൂട്ടിയിട്ടിട്ട് വേണം ചെയ്യണമെങ്കിൽ അങ്ങനെ കൊടുക്കുന്നത്. അതിൻ്റെ ഒരു വ്യത്യസ്തമായ വേറൊരു ക്ലാസ് തന്നെ നമുക്ക് വേറൊരു ദിവസം. അത് മെയിനായിട്ട് ഇപ്പം ചിലയിടത്ത് നല്ല ഫലഭൂയിഷ്ഠമായിട്ടുള്ള സോയിലായിരിക്കും. അപ്പം നമുക്ക് അടിവളം ഒന്നും ഇല്ലെങ്കിലും ജസ്റ്റ് അല്ല എന്താണെങ്കിലും അടിവളം വേണം. വിലയുള്ള ചെടികളൊക്കെ നടുകയാണെങ്കിൽ പെട്ടെന്നൊരു വളർച്ചയ്ക്ക് നല്ലതായിരിക്കും. അടിവളം വേണം. വർഷത്തെ വളർച്ചയ്ക്ക് ഒരു വർഷം കൊണ്ട് കിട്ടും. കവറിലൊക്കെ നടുകയാണെങ്കിൽ വളം കുറച്ചൊക്കെ ആയിട്ട് ഇങ്ങനെ സമയം പിന്നെ നമ്മളത് കവറിലാകുമ്പോൾ നമ്മൾ എന്താ എല്ലാ ആഴ്ചയിലും വളം ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അത് എല്ലാ ആഴ്ചയിലും കൊടുക്കുക. ഇപ്പോൾ ഞങ്ങൾ കൊടൈക്കനാലിൽ ഇപ്പോൾ ഞങ്ങൾ നോക്കി 1.5 പ്രതി വളം കൊടുക്കും ഞങ്ങൾ ചിലപ്പോൾ. അപ്പോൾ ആ ചെടികളുടെ പൂക്കളുടെ വളർച്ചയൊക്കെ ഭയങ്കരമായിട്ട് വരും. കുറേശ്ശെ, അതായത് ഒരുപാട് വളം കൊടുത്താൽ ഉണങ്ങിപ്പോവും. കുറച്ച് വളങ്ങൾ കൊടുക്കുകയാണെങ്കിൽ അതിപ്പോൾ ഡ്രിപ്പ് വഴിക്ക് കൊടുക്കുമ്പോൾ ആൾക്കാർ ഡ്രിപ്പ് വഴിക്ക് ഇതുപോലെ വളം കൊടുക്കും. ഈ കട്ട് ഫ്ലവർ ചെയ്യുന്നവരൊക്കെ ഡെയിലി വളം കൊടുക്കും ഡ്രിപ്പിൽ കൂടെ. ഇതൊക്കെയാണ് മോഡേൺ ടെക്നോളജി അങ്ങനെ മാറി. കാരണം അപ്പം ഇത് ഡോസ് വളരെ കുറവായിരിക്കും. ഇപ്പം NPK വളങ്ങൾ എന്ന് പറയാണ്ട് ഡെയിലി കൊടുക്കുന്നവരാണെങ്കിൽ 1 ലിറ്റർ വെള്ളത്തിൽ 1 ഗ്രാം കൊടുക്കുള്ളൂ. നമ്മൾ ആഴ്ചയിൽ കൊടുക്കുമ്പോൾ 3 ഗ്രാം കൊടുക്കണം. നമ്മൾ ഭക്ഷണം കഴിക്കുന്ന പോലെ ഒരാഴ്ചക്ക് ഭക്ഷണം ഒരു ദിവസം കഴിച്ചാൽ നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവും. അതന്നെ വരുന്നത്. അതേ രീതി തന്നെ കുറച്ച് ആവശ്യമുള്ളത് മാത്രം കൊടുക്കുക. അപ്പോൾ ശരിക്കും ബുദ്ധിമുട്ടില്ല. അതെ. വേറെ എന്താണ് ഇനിയും NRന്റെ ഫ്യൂച്ചർ പ്ലാൻസ് എന്താണ്? ഇനിയും പുതിയ വെറൈറ്റികൾ വരുമോ? എക്സ്പാൻഷൻ ഉണ്ടോ? പുതിയ വെറൈറ്റി എപ്പോൾ കിട്ടിയാലും ഞങ്ങൾ ചെയ്യാൻ താല്പര്യമുള്ളതാണ്. പുതിയ വെറൈറ്റികൾ കിട്ടുമ്പോൾ അതെവിടെയെങ്കിലും തേടി ജോലിക്കാരെ കിട്ടുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ട് ഞങ്ങളിപ്പോൾ ഫേസ് ചെയ്യുന്നുണ്ട്. ഒക്കെ പുറത്തുനിന്നുള്ള ആളുകളെയാണ് നമ്മളിപ്പോഴും ഇപ്പോൾ ഡിപ്പെൻഡ് ചെയ്യണത്. ആദ്യമൊക്കെ ചുറ്റുവട്ടത്തു നിന്ന് എപ്പോഴും ആൾക്കാർ അവൈലബിൾ ആയിരുന്നു. അത് കാലഘട്ടത്തിന് മാറ്റം വരും. പിന്നെ ഇത് നല്ലൊരു ഹാർഡ് ലേബർ ആണ്. ഇത്രയും അതാണ് ഒരു ഡിസഡ്വാൻറ്റേജും കിടക്കുന്നത്. കാരണം എന്നാലേ ഇപ്പോൾ ഗ്ലാമറസ് ജോബ് അല്ല. അതുകൊണ്ട് ആർക്കും അത്ര. പക്ഷേ അത് നമ്മുടെ നാട്ടിൽ അങ്ങനെ ചിന്തിക്കുന്നവർക്കാണ് അത് കുഴപ്പമുള്ളൂ. കാരണം അത് പാരമ്പര്യ കമ്പ്യൂട്ടറും വെച്ച് ഓഫീസിലിരിക്കുന്ന രീതി ആയതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. പക്ഷെ ജപ്പാനിലൊക്കെ പോയിട്ട് ആ ഓണർ തന്നെ എല്ലാ ജോലിയും ജപ്പാനിൽ പോയപ്പോൾ എനിക്ക് രസം തോന്നിയതേ ആൾക്കാരെ കിട്ടാനില്ല അവർ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അരയിലൊരു ബെൽറ്റ് ഉണ്ട്. ഒരു 14 താക്കോല് നമ്മൾ ഞാത്തിയിട്ടുണ്ട്. ഞാൻ അത് എന്താണെന്ന് ചോദിച്ചു. ഒരെണ്ണം ട്രാക്ടർ, ഒരെണ്ണം കാറ്, ഒരെണ്ണം മറ്റേ പുല്ല് വെട്ടുന്ന മെഷീൻ, ഇങ്ങനെ എല്ലാവരുടെയും താക്കോലുകളാണ്. ഒക്കെ മെഷീനറിയാണ്. ഇതിന് ഇങ്ങോരന്നെ ഒക്കെ ചെയ്യുന്നത്. കട്ടറുകൾ എല്ലാം ഇങ്ങോരന്നെ ചെയ്യുന്നത്. അത് കുറച്ച് ബുദ്ധിമുട്ടോ. കാരണം അപ്പോൾ മുതലാവില്ല. കാരണം എന്താണെങ്കിൽ ഇനി നമ്മുടെ നാടിന് കിട്ടാൻ ബുദ്ധിമുട്ടായി. ഇപ്പം മറ്റേതെന്ന് പറഞ്ഞാൽ ആസാമിൽ നിന്നൊക്കെ ഇഷ്ടം പോലെ എല്ലാവരും വരുമായിരുന്നു. ഇപ്പം കിട്ടാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. അല്ല ഇപ്പം കിട്ടാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും നമുക്ക്. അതിപ്പോൾ ജപ്പാനിൽ നാളെ പോയപ്പോൾ അവർ അവിടെയൊക്കെ 80 ഏക്കർ സ്ഥലത്ത് അവർ ചെയ്യുന്നത് ടെക്നോളജി വെച്ചിട്ടാണ് കൂടുതൽ ചെയ്യുന്നത്. നനയ്ക്കുന്നതൊക്കെ മെഷീനാണ്. നനയ്ക്കുന്നതൊക്കെ അങ്ങനെ വരണം. അങ്ങനെ വരും. അല്ല പണ്ട് ഇങ്ങനെ ആയിരുന്നില്ല. അതായത് ഞാൻ നഴ്സറി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് വെള്ളം നനയ്ക്കുന്നത് എങ്ങനെയാണെങ്കിൽ കിണറ്റിൽ നിന്ന് കയറുകൊണ്ട് കോരിയിട്ടായിരുന്നു ആദ്യത്തെ നന. അത് കഴിഞ്ഞ് മോട്ടറായി. മോട്ടർ വെച്ച് ഡീസൽ എഞ്ചിനായി. അന്ന് ഇവിടെ കറണ്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എന്താണ് ഈ പൈപ്പ് ഇട്ട് നനച്ചു തുടങ്ങി. പൈപ്പിൽ നിന്ന് 2 ഇഞ്ചിൻ്റെ പൈപ്പ് ഇട്ട് നനച്ചിരുന്നത്. ഇപ്പോൾ ഈ കിടക്കുന്ന പൈപ്പ് 1 ഇഞ്ചിൻ്റെയാണ്. അന്ന് അറിയില്ല ഈ 1 ഇഞ്ച് വെച്ച് നനയ്ക്കാന്നുള്ള ആർക്കും അറിയില്ല. 2 ഇഞ്ചിൻ്റെ പൈപ്പ് പിടിച്ചിട്ട് മറ്റേ ഫയർ സർവീസുകാരെ നനയ്ക്കുന്ന പോലെ ഇങ്ങനെ പിടിച്ച് നനയ്ക്കാതെ ഇവിടെ നനച്ചാൽ ചെടിയൊക്കെ വല്ലയിടത്തും പോയിണ്ടാവും. അത് മാറി സ്പ്രിംഗ്ലറായി, ഡ്രിപ്പായി, കുറേ മാറ്റങ്ങൾ വന്നു. ഒത്തിരി മാറ്റങ്ങൾ വന്നു. മിസ്റ്റായി. നമ്മൾ കൂടുകളിലൊക്കെ മിസ്റ്റ് ആണ്. ടെക്നോളജി ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. പക്ഷെ അതൊന്നും പോരാ. അടുത്ത ജനറേഷൻ ആകുമ്പോഴേക്കും അവർ കുറച്ചുകൂടി മോഡേൺ ഒന്ന് അഡ്വാൻസ്ഡ് തിങ്കിങ് ചെയ്ത് ആകെ മാറ്റേണ്ടി വരും. ഇതൊക്കെയാണ് നമുക്ക് ഇന്നത്തെ NRന്റെ ഒരു മുഴുവൻ ദിവസം 2 പേര് നമുക്ക് വേണ്ടി ഇന്ന് സ്പെൻഡ് ചെയ്തു. അപ്പോൾ നമ്മുടെ സൈഡിൽ നിന്നും സ്പെഷ്യൽ താങ്ക്സ്. ഒരു ദിവസം മൊത്തം ഈ കാണുന്ന നിങ്ങളെടുത്ത എഫേർട്ടിനും ഞങ്ങൾ ഈ ഒരു NR ഒരു കോർണറിൽ കിടക്കുന്ന ഈ NRനെ തേടി വന്ന നിങ്ങൾക്ക് പ്രത്യേക പോയി എന്നുള്ളൊരു റിഗ്രറ്റ് കൂടെ. പുതിയ വെറൈറ്റികളും ഒത്തിരി വെറൈറ്റി നമുക്ക് റിവ്യൂ ചെയ്യാനും തന്നിട്ടുണ്ട്. നമ്മൾ റിവ്യൂ ചെയ്ത് ഈ വെറൈറ്റികളുടെ ഡീറ്റെയിൽസും നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ആളുകൾക്കും ഏകദേശം ഇതിൻ്റെ ടേസ്റ്റ് റിവ്യൂ മനസ്സിലാവും. കൂടാതെ ഇവിടെ വന്നപ്പോഴാണ് ഈ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ വെറൈറ്റികൾ ഇത്രയും നന്നായി ഇവിടെ മണ്ണിൽ പോലും ഇത്രയും എന്താ പറയുക വെള്ളം കെട്ടി നിൽക്കുന്ന മണ്ണിൽ പോലും കായ്ക്കും എന്നുള്ളൊരു കോൺഫിഡൻസ് NR തന്നു എന്നുണ്ട്
പലർക്കും ഈ വീഡിയോ കാണുമ്പോൾ ഒരു ആശ്വാസമാകും. പലരും കണ്ടിട്ടുണ്ടാവില്ല, സ്വാഭാവികമായും ഞങ്ങളെ പോലെ തന്നെ ആയിരിക്കുമല്ലോ പലരും. അല്ല, എല്ലാവരുടെയും ചിന്തയിൽ അങ്ങനെയാണ്. ഞങ്ങൾ ചിലരോടൊക്കെ പ്ലാൻ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് പറഞ്ഞു കൊടുത്തിട്ട് ചിലർ ചെയ്യാറുണ്ട്. അവർക്ക് ഭയങ്കര സന്തോഷമാണ് അവർക്കൊക്കെ. കാരണം എന്താണെങ്കിൽ അവർ ചിന്തിക്കുന്ന അപ്പുറമാണ് പലതും വരുന്നത്. കാരണം എന്താണെങ്കിൽ എങ്ങനെയൊക്കെയാണ് ചെയ്യല്ലേ, ഞങ്ങളോട് മറ്റയാൾ അങ്ങനെയല്ലേ പറഞ്ഞു. ഞാൻ പറഞ്ഞു അതിന് കാരണം സഹിതം പറയും. പണ്ട് പറയാറുണ്ട്, നമ്മൾ എല്ലാവരും പറയുന്നതാണ്, ഒരു ഗ്രാഫ്റ്റ് ചെടി വയ്ക്കുമ്പോൾ അതെങ്ങനെ വെക്കണ്ടേ, ബഡ് പുറത്ത് വേണ്ടതെന്ന് ചോദിക്കും. അപ്പോൾ ഞാൻ ചോദിക്കും, നിങ്ങൾ ബഡ് അകത്താക്കി വെക്കേ, എന്നിട്ട് എന്താ സംഭവിക്കാമെന്ന് നമുക്ക് നോക്കാമെന്ന് പറയും. അത് പണ്ട് കാലത്ത് അങ്ങനെ പറഞ്ഞ് പഠിപ്പിച്ച തെറ്റാണത്. ഇപ്പോഴും പലരും പറയുന്നുണ്ട് ബഡ് പുറത്ത് വേണമെന്നുള്ളത്. ഒറ്റ റീസണുള്ളൂ ബഡ് പുറത്ത് വേണമെന്നുള്ളത്. അടിയിൽ നിന്ന് റൂട്ട് സ്റ്റോക്ക് പൊടിച്ച് വരുന്നുണ്ടെങ്കിൽ അത് പൊട്ടിച്ച് കളയാനാണ്, ഇത് അറിയാൻ വേണ്ടിയാണ് പറയുന്നത്. അതെ, അതൊക്കെ ഇത് പണ്ടത്തെ പണ്ട് കാലത്ത് എന്താണെങ്കിൽ ചെടികൾ ക്രാഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു നഴ്സറിയിൽ മാവ് ഉണ്ടാക്കുമ്പോൾ, ഞങ്ങളുടെ തറവാട്ട് നഴ്സറി ഉണ്ടായിരുന്നു, ഒരു കൊല്ലത്തിൽ 3000 മാവാണ് ക്രാഫ്റ്റ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാനൊക്കെ ഗ്രാഫ്റ്റിൻ്റെ സമയത്ത്, ഞങ്ങൾ ഗ്രാഫ്റ്റ് ചെയ്യാൻ തുടങ്ങിയ സമയത്ത് ഒരു 1,00,000 വരെ ഒരു കൊല്ലം ചെയ്യാറുണ്ട്. പിന്നെ നമ്മൾ സ്ഥിരം കേൾക്കുന്ന ഒരു പല്ലവിയാണ് ഗ്രാഫ്റ്റ് ചെയ്യാൻ ആയുസില്ല. വെറുതെ പറയുന്ന ശരിയാണ്. അതായത് ഇപ്പം ഈ തേക്കിൻ്റെ ഉയരം കണ്ടില്ലേ, ഇതൊരു മാവാന്ന് വെക്കുക. പണ്ട് കാലത്ത് ഇതിൻ്റെ മുകളിൽ കയറിയിട്ട് മാങ്ങ പറിക്കുന്ന ആൾക്കാരുണ്ട്. ഇനി ഉണ്ടായിട്ടും കാര്യമില്ല. അല്ല, അതല്ല പ്രശ്നം. ഇതിൻ്റെ മുകളിൽ കയറി മാങ്ങ പറിക്കുന്നവന് ഡെയിലി 3000 ശമ്പളം കൊടുക്കേണ്ടി വരും, കയറുള്ളൂ. അപ്പം ആരതിന് പോണത്? ഇപ്പം ഇസ്രായേൽ ടെക്നോളജി എന്താണ് അവർ പറയുന്നത്, ഒരു മരം നട്ട് കഴിഞ്ഞാൽ ആ മരത്തിന് ചുറ്റും ട്രാക്ടർ ഓടിക്കും. എന്നിട്ട് ട്രാക്ടർ ഓടിച്ചിട്ട് കൈകൊണ്ട് പറിച്ച് മാങ്ങ എടുക്കും. സെൻറ്റർ ഭാഗം കട്ട് ചെയ്യും, എന്നിട്ട് സൈഡിലേക്ക് ബ്രാഞ്ചസ് വരുത്തും. അപ്പോൾ സൈഡിൽ മാങ്ങ പറിക്കുകയാണെങ്കിൽ ഈ വണ്ടിയിലിരുന്ന് മാങ്ങ പറിച്ച് ഇങ്ങനെ എടുക്കും അവർ. അങ്ങനെയാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ ഈസിയായിട്ട് കാര്യം നടക്കും. പണ്ടത്തെ കാലത്തൊക്കെ എനിക്കറിയാം, വലിയ വണ്ണുള്ള മാവിൻ്റെ മുകളിലൊക്കെ തോട്ടുകൊണ്ട് വെച്ച് മാങ്ങ പൊട്ടിക്കുക, ചക്ക. ഇന്ന് അങ്ങനെയില്ല, ഒക്കെ വീണ് പോവുകയാണ്. അപ്പോൾ വലുതിൻ്റെ കാലം കഴിഞ്ഞു. മാത്രമല്ല പഴയ കാലാവസ്ഥയല്ല ഇപ്പോൾ. വലിയ മരങ്ങളൊക്കെയാണ് മറിഞ്ഞു വീണിട്ട് എന്തോരം അപകടം ഉണ്ടാവണമെന്നറിയാം. ഇപ്പോൾ അവിടെ നിൽക്കുന്ന തേക്ക് മിനിയാന്ന് മറിഞ്ഞു വീണു, പകുതി ഒടിഞ്ഞു വീണു. ഒരു 2-3 ലക്ഷം പോയി കിട്ടിയിട്ടുണ്ടാവും. ചെടിയും പോയി, അവിടെ നിൽക്കുന്ന ഷെഡും പോയി, ഒക്കെ പോയി. അതിൻ്റെ പകുതി ഒടിഞ്ഞു വീണിട്ട് കേട് കൂടുതലാണ്. കേടെന്ന് പറഞ്ഞാൽ നമ്മളറിയാത്ത ഒത്തിരി കേടുകൾ വരികയാണ്. പണ്ട് ഒരു കേട് വന്നിടത്ത് 10 കേട്. ഇപ്പോൾ ട്രിപ്സ് തന്നെ എന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ളതാണ്. ഇപ്പോൾ പണ്ട് ഒരു ട്രിപ്സിന് മരുന്ന് കൊടുത്താൽ മതി. ഇപ്പോൾ ഒരു തരത്തിലല്ല. അതന്നെ ഈ കൊറോണ തന്നെ കുറേ തരത്തിൽ വന്നില്ലേ, അങ്ങനെ ഒത്തിരി കേടുകൾ വരുന്നുണ്ട്. പ്രതിരോധിച്ച് വേണം ഈ ഒരു മേഖലയിൽ. അതൊക്കെ ഉണ്ട്, പക്ഷെ അതൊരു രസമല്ലേ. പക്ഷേ ഇവിടെ ഇപ്പോൾ നമ്മുടെ ഈ ട്രോപ്പിക്കൽ റീജിയണിലും സബ് ട്രോപ്പിക്കൽ റീജിയണിലുമുള്ള ഒരുപാട് വെറൈറ്റി ഇവിടെ കളക്ഷൻ ഓൾറെഡി ആയി അല്ലേ. ഇനിയും കൂടുതൽ വെറൈറ്റികൾ കളക്ട് ചെയ്യാൻ സാധിക്കട്ടെ. പലതും മദർ പ്ലാന്റ് ഇപ്പോൾ നമ്മുടെ നേരെ ബാക്കിൽ പോലും മാമി സപ്പോർട്ടാണ് കാണുന്നത്. പക്ഷേ കാണുമ്പോൾ ഒരു സന്തോഷം. ഇവിടെ കായ്ച്ച് കാണുന്നത് നമുക്ക് നമ്മുടെ വീട്ടിൽ വെച്ചാലും കായ്ക്കും എന്നുള്ളൊരു കോൺഫിഡൻസ് ആണ് ഇത് തരുന്നത്. സ്വാഭാവികമായിട്ട് ഇനിയും പല വെറൈറ്റികളും ഇവിടെ വരട്ടെ, കായ്പ്പിക്കട്ടെ എന്നുള്ള എല്ലാ ഭാവുകങ്ങളും നേർത്തുകൊണ്ട് നന്ദി, നമസ്കാരം. താങ്ക് യു.